പിണറായി വിജയൻ്റെ വീടുകളിലും അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലും വീണ വിജയൻ്റെ വീട്ടിലുമൊക്കെ തന്നെ അതുപോലെ പിണറായി വിജയൻ്റെ കണ്ണൂരുള്ള വീട്ടിലും പാണ്ഡ്യാല ജംഗ്ഷനിലുള്ള വീട്ടിലുമൊക്കെ തന്നെ ഇന്ന് റെയ്ഡുകൾ നടക്കായിരുന്നു 14ഓളം സ്ഥലങ്ങളിൽ എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. ഞാൻ അതുമായി ബന്ധപ്പെട്ട് 2 വീഡിയോകൾ ഇപ്പോൾ ഇതിനകം തന്നെ ചെയ്തു കഴിഞ്ഞു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതിൽ മാധ്യമങ്ങൾ കാണിക്കുന്ന ഉഡായിപ്പുകളും തരികിടകളും കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്കൊരു നിഷ്പക്ഷമായ മനസ്സുണ്ടെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ്. നിങ്ങൾ കോൺഗ്രസ്സുകാരനോ BJPക്കാരനോ അല്ലെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, നിഷ്പക്ഷമായ മനസ്സോടുകൂടി വസ്തുതകൾ സത്യസന്ധമായി നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇത്രയും നാൾ ആളുകൾ മുഴുവൻ പറഞ്ഞിരുന്നൊരു കാര്യം, ഇതാ പുതിയ യാത്ര വരുന്നു, ആ യാത്രയിലൊക്കെ വമ്പിച്ച് അഭൂതപൂർവമായി ജനക്കൂട്ടം കൂടുന്നു. അത് യഥാർത്ഥത്തിൽ വളരെ ഓർഗനൈസ്ഡായി കൂടുന്ന ഒരു കാര്യമാണ്, നാച്ചുറലായി കൂടുന്ന കാര്യമാണ്. അതെല്ലാം തന്നെ പിണറായി വിജയനെതിരെയുള്ള വിരുദ്ധതയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ അന്നും പറഞ്ഞിരുന്നു, പിന്നീടും പറഞ്ഞിരുന്നു, അങ്ങനെ ഒരു പിണറായി വിരുദ്ധത കേരളത്തിൽ അത്രത്തോളം ഇല്ല എന്നുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, കോൺഗ്രസ്സിന് കിട്ടിയത് 1,50,00,000 വോട്ടുകളാണ്. അത് UDFന് മൊത്തം കിട്ടിയത് അതൊരു മൈനോറിറ്റി കൺസോൾട്ടേഷൻ ഉണ്ടായതുകൊണ്ട് കൂടി കിട്ടിയ ഒരു വോട്ടാണ്. ഈ പ്രചരണത്തെ വർഗീയമായിട്ടുള്ള പ്രചരണമാക്കി മാറ്റിയതിൻ്റെ കൂടി വോട്ടാണ്. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും, ഇത്ര വലിയ വ്യാപകമായിട്ടുള്ള അറ്റാക്ക് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ട് പോലും പിണറായി വിജയനും LDFനും പിണറായി വിജയൻ്റെ മുഖമുയർത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ പോലും കിട്ടിയത് 81 ലക്ഷം വോട്ടാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 65,60,000 വോട്ടാണ് LDFന് കിട്ടിയതെങ്കിൽ, ലോക്കൽ ബോഡിയിലേക്ക് വരുമ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 71 ലക്ഷം വോട്ടാണ് കിട്ടിയതെങ്കിൽ, ഇത് 81 ലക്ഷത്തോളം വോട്ടുകൾ കിട്ടിയെന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തോളം വോട്ടുകളുടെ കൂടുതൽ കിട്ടി. പക്ഷേ എന്നിട്ടും നമ്മുടെ മാധ്യമങ്ങൾ ഈ കണക്കുകളൊന്നും നിങ്ങളോട് പറഞ്ഞില്ല, പകരം നുണകൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. അതിലൊരു നുണ ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് കൂടിയുണ്ട്. ഇന്ന് ഞാൻ രാവിലെ ഏഷ്യാനെറ്റ് അടക്കമുള്ള നിരവധി ചാനലുകൾ വെച്ച് നോക്കുമ്പോൾ ആ ചാനലുകളിൽ കാണുന്ന അബ്ജോദ് വർഗീസ് എന്ന് അവതരിപ്പിക്കുന്ന ഒരു കാര്യം, പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുകയാണ്, പക്ഷേ വളരെ വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞു തുടങ്ങിയത്. ഈ പറയുമ്പോൾ ഏതാണ്ട് 9:30-10 മണിയായിട്ടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയതിന് ശേഷം ഇപ്പം നമ്മൾ എന്താണ് കാണുന്നതെന്ന് അറിയാമോ? പിണറായി വിജയൻ്റെ നുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ മകളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു കേസന്വേഷണത്തിൽ റെയ്ഡുകൾ നടത്തുന്ന 14ഓളം സ്ഥലങ്ങളിൽ, കേരളത്തിലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഒരാളും വിളിക്കാതെ, ഒരാളും ഓർഗനൈസ് ചെയ്യാതെ അഭൂതപൂർവമായിട്ടുള്ള ജനക്കൂട്ടമാണ് അങ്ങോട്ട് ഒഴുകിയെത്തിയിട്ടുള്ളത്. വൻ ജനാവലികളാണ്. അത് 100ആയി, പിന്നീട് 500ആയി, പിന്നീട് 1000ആയി, പിന്നീട് 5000ആയി മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള വലിയ ഇത്തരത്തിലുള്ള വലിയ പ്രക്ഷോഭമായി തന്നെ ഇത് മാറുന്നു, തെരുവുകളിലേക്ക് ഇറങ്ങുന്നു എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളെ തീർച്ചയായിട്ടും നിങ്ങൾ അറിയേണ്ടത്. ഏഷ്യാനെറ്റിനും മീഡിയ വണ്ണിനും മാത്രമല്ല, എനിക്ക് ചിരി വന്നൊരു കാര്യം, ജയ് ഹിന്ദ് ചാനലിൽ പോലും റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ കേരളത്തിൽ ഈ പറയുന്ന പോലെ ഇപ്പോഴും സിംഗിൾ ലാർജസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പിന്തുണയുള്ള ഒരു നേതാവാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. പല സർവേകളിലും തന്നെ നമുക്കറിയാം BD സച്ചിനേക്കാൾ മുകളിലായിരുന്നു കേരള മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹത്തിൻ്റെ ഇമേജ് എന്ന് പറയുന്നത്. പക്ഷെ അത്തരത്തിലുള്ള ഒരു കാര്യം സംഭവിക്കാത്തത്, നേരത്തെ പറഞ്ഞ ഒരു മൈനോറിറ്റി കൺസോൾട്ടേഷൻ, വർഗീയമായിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞതുകൊണ്ടാണ്. അതിൻ്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ തന്നെ അതിഗംഭീരമായി പണിയെടുത്തത് കൊണ്ടാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നരേറ്റീവും അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ തന്നെ ഞാൻ വളരെ വിശദമായിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് മറ്റൊരു ചാനലുണ്ട് എൻ്റെ തന്നെ, BCC വിത്ത് രതീഷ് ചക്രമണി, അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കൂടാതെ എൻ്റെ 2ാമത്തെ എപ്പിസോഡ് നാളെയോ മറ്റന്നാളോ കൂടി പുറത്തു വരും. അതിൽ ഇതുവരെ ആരും പറയാത്ത, കേരളത്തെ ഞെട്ടിക്കുന്ന, എങ്ങനെയാണ് BD സച്ചിൻ മുഖ്യമന്ത്രിയായതെന്നുള്ളതിൻ്റെ കുറച്ചുകൂടി വലിയ വെളിപ്പെടുത്തലുകളുണ്ട്. അപ്പോൾ അതൊക്കെ വരുന്നതിന് മുമ്പ് നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മാധ്യമങ്ങൾ ഒന്നടങ്കം തന്നെ ഇപ്പോഴും പൂക്കി സതീശൻ, അതുപോലെ തന്നെ സതീശൻ്റെ ചിരി, ഇതൊക്കെ വെച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പകരം യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളിലേക്കോ വികസനങ്ങളിലേക്കോ അവരടക്കം കടന്നില്ല. അവരുടെ കൂടി അജണ്ട കൊണ്ടാണ് ഒരു പിണറായി വിരുദ്ധത കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയേണ്ടത്, അവർ ആ പണി ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരുടെ ആ പണികളൊക്കെ തകർത്തുകൊണ്ടുള്ള വലിയ ബഹുജന പ്രക്ഷോഭമായി പിണറായി വിജയനെതിരെയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയൊക്കെ നടപടികൾ മാറിയിരിക്കുന്നു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും അതിൻ്റെ ഉദ്യോഗസ്ഥരും BJPയും ഒക്കെ ഇട്ടിട്ടോടാനാണ് സാധ്യത. കാരണം പിണറായി വിജയനെയോ നാളെ ഈ പറയുന്ന പോലെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, പിണറായിയെ പോലെ PV എന്ന് പേരുള്ള മറ്റ് 2 പേർ കൂടിയുണ്ട്. അവരെ ഒന്ന് PK കുഞ്ഞാലിക്കുട്ടിയാണ്, രണ്ടാമത്തേത് രമേശ് ചെന്നിത്തലയാണ്. ഇവർ 2 പേരും പണം മേടിച്ചു എന്ന് സമ്മതിച്ചവരാണ്. ഇവർക്കെതിരെ ഒന്നും നടപടി എടുക്കണമെന്നൊരാഗ്രഹമില്ല.
ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്ന് എന്താണെന്ന് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമോ? 20,000 രൂപയിൽ കൂടുതൽ മാത്രം ഉണ്ടെങ്കിൽ, 20,000 രൂപയിൽ കൂടുതൽ മാത്രം ഉണ്ടെങ്കിൽ സംഭാവന രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കണമെങ്കിൽ പേരും അഡ്രസ്സും അതുപോലെ തന്നെ പാൻ കാർഡ് നമ്പറും ഒക്കെ മതി. അല്ലെങ്കിൽ 20,000 രൂപയിൽ താഴെയാണെങ്കിൽ വെറും പേര് മാത്രം മതി. CPM അടക്കം CPI അടക്കം പല പാർട്ടികളും ഈ നിയമം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? കാരണം ലക്ഷക്കണക്കിന് ആളുകൾ 20,000 രൂപയിൽ താഴെയാണ് സംഭാവന നൽകുന്നത് എന്ന് പറഞ്ഞ് കണക്കിൽപ്പെടാത്ത പണം യഥാർത്ഥത്തിൽ പാർട്ടികളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു MLA മത്സരിക്കാൻ ഇന്ത്യ മഹാരാജ്യത്ത് ഒരാൾക്ക് ചെലവഴിക്കാൻ കഴിയുന്നത് 40 ലക്ഷമാണെങ്കിൽ ഇവർ ചെലവഴിക്കുന്നത് കോടികളാണ്. ഇതെവിടെ നിന്ന് വരുന്ന പണമാണ്? കള്ളപ്പണമാണ്. ഈ BSP എന്ന് പറയുന്ന ബഹുജൻ സമാജ് പാർട്ടി എന്ന് പറയുന്ന മായാവതിയുടെയും പഴയ കൺഷിറാമിൻ്റെയും ഒക്കെ പാർട്ടിയുണ്ട്. ഈ പാർട്ടി കൊടുക്കുന്ന കണക്കിൽ ഏതാണ്ട് അവർക്ക് കിട്ടിയതിൽ 100% തന്നെ ഇതുപോലെ 20,000-ൽ താഴെ 18,000-ഉം 19,000-ഉം 19,500-ഉം ഒക്കെയുള്ള പണമാണ് ലഭിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് BJP അടക്കമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഇത് മാറ്റാൻ വേണ്ടി തയ്യാറാകാത്തത്? 1 രൂപയായിക്കോട്ടെ, അല്ലെങ്കിൽ അത് 2,000 രൂപയായിക്കോട്ടെ, ഈ കഴിഞ്ഞ തവണ ചീഫ് ഇലക്ഷൻ കമ്മീഷണറൊക്കെ തന്നെ ഈ പണത്തിൻ്റെ നമ്പർ കുറക്കണമെന്നും ഇത് ഇത്ര വലിയ വാല്യൂ വെക്കരുതെന്നും അത് 2,000 രൂപയായി കുറക്കണമെന്നും 2,000 രൂപയ്ക്ക് മുകളിലേക്കുള്ളതെല്ലാം തന്നെ ഇതുപോലെ അക്കൗണ്ട് വഴിയായിരിക്കണമെന്നും അതുകൂടാതെ അവർക്ക് പേരും നമ്പറും പാൻ കാർഡും അഡ്രസ്സും ഒക്കെ വേണമെന്നും പറഞ്ഞു. പക്ഷെ മറ്റതിപ്പോൾ 20,000 രൂപയിൽ താഴെയാണെങ്കിൽ പേര് മാത്രം മതി. അപ്പോൾ ഇത്തരത്തിൽ ഈ അഴിമതികളൊക്കെ തന്നെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന ആളുകൾ കേവലം 1,72,00,000 രൂപ, അതും 2 കമ്പനികൾ തമ്മിൽ നിയമപരമായി കരാറുണ്ടാക്കി, ആ കരാറുണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ GST അടക്കം അടച്ചുകൊണ്ട് മേടിച്ചിട്ടുള്ള ഒരു പണത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഇത്ര വലിയ അന്വേഷണം ഉണ്ടാകുന്നത് എന്താണ്? അതിൻ്റെ പുറത്ത് ഈ മാധ്യമങ്ങളുടെ വലിയ നരേറ്റീവ് ഉണ്ടാകുന്നത് എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. ആ നരേറ്റീവുകളിൽ ഒരെണ്ണം പൊളിഞ്ഞു വീണിരിക്കുന്നു. ആ പൊളിഞ്ഞു വീണത് പിണറായിയെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല എന്നുള്ളതും പാർട്ടിയിൽ നിന്നുള്ള ആളുകൾ പോലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്നില്ല എന്നുള്ളത് പറയുന്ന ശുദ്ധ കള്ളമാണ്. യഥാർത്ഥത്തിൽ വലിയ പ്രതിഷേധം കേരളം മുഴുവൻ അലയടിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒരു അറസ്റ്റൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം അറസ്റ്റ് ചെയ്താൽ ഈ പൊളിറ്റിക്കൽ മൈലേജ് കൂടും എന്നുണ്ടെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യില്ല, അതല്ല അത് കുറയും എന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ജയ്ഹിന്ദ് മുതൽ ഏഷ്യാനെറ്റ് വരെ മുതൽ മീഡിയ വൺ വരെയുള്ള മനോരമ വരെയുള്ള ആളുകളുടെ പദ്ധതികൾ പൊളിഞ്ഞിരിക്കുന്നു. ജനപിന്തുണ കണ്ട് അന്തം വിട്ട് അന്താളിച്ച് നിൽക്കുകയാണ് മാധ്യമങ്ങൾ. ED നമ്മുടെ ടോപ്പിക്ക് കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനാണ്. നമ്മുടെ ചാനലിൽ മറ്റൊരു ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേര് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. പൊതുബോധത്തിനുമപ്പുറം വിത്ത് രതീഷ് ചക്രപാണി എന്നാണ് അതിൻ്റെ പേര്. ഇംഗ്ലീഷിൽ അതിനെ ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് എന്നാണ് പറയുക. അതുകൊണ്ടാണ് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നിട്ടേക്കുന്നത്. അപ്പോൾ ആ ചാനൽ കാണാത്തവർ കാണണം. കാരണം 2021-ൽ ക്യാപ്റ്റനും കരുതൽ മുഖ്യമന്ത്രിയുമായിരുന്ന പിണറായി വിജയനെ എങ്ങനെയാണ് രാഷ്ട്രീയ മാധ്യമ ഗൂഢാലോചനകളിലൂടെ തകർത്തത് എന്നുള്ളതിൻ്റെ വിശദമായിട്ടുള്ള ഒരു എപ്പിസോഡാണ്. 1 മണിക്കൂറും 42 മിനിറ്റ് കൊണ്ട് നിങ്ങൾ മുഴുവനായും തന്നെ കാണണം എന്നുള്ളതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, അങ്ങനെയുള്ള നിരവധി എപ്പിസോഡുകൾ നമുക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷേ അത് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. ആ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർ സപ്പോർട്ട് ചെയ്യണം. ഇനി അതല്ല, നിങ്ങൾക്ക് മറ്റൊരു തരത്തിൽ കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അത് നമ്മുടെ മെമ്പർഷിപ്പുകൾ എടുത്തുകൊണ്ടാണ്. മെമ്പർഷിപ്പ് ലെവൽ 1 മുതൽ ലെവൽ 5ഉം ലെവൽ 6ഉം വരെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള എമൗണ്ടുകളുണ്ട്. ആ മെമ്പർഷിപ്പുകൾ എടുത്തുകൊണ്ട് ആകെ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ചില വീഡിയോകൾ നേരത്തെ കാണാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ മറന്നു പോകരുത്, ഇത്തരത്തിലുള്ളൊരു മാധ്യമം ഇവിടെ നിലനിൽക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, സത്യങ്ങൾ അറിയണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതിലുള്ള സാമ്പത്തികമായ സപ്പോർട്ടിനേക്കാൾ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ മുഴുവനായും തന്നെ നമ്മുടെ വീഡിയോകൾ കാണുകയും അതിൻ്റെ താഴെയുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. മറന്നു പോകേണ്ട പുതിയ ചാനലിൻ്റെ പേര് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്.